ഈ ഒരു മാസം ഏകദേശം 10 lakhിന്റെ അടുത്ത്, ഇന്ന് ഏകദേശം 16K rupeesന്റെ അടുത്തോളം. ജസ്റ്റ് ഈ ഒരു എക്സാക്ട് ഫോർമുല നിങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് അതായത് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ആദ്യത്തെ 10,000 രൂപ മേക്ക് ചെയ്തുള്ള ഫുൾ റോഡ് മാപ്പ് ഞാൻ തന്നിട്ടുണ്ട്. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. ഇത് നിങ്ങൾ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ക്ലാസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഞാൻ മൊബൈലിലാണ് ഇതെല്ലാം റെക്കോർഡ് ആക്കിയത്. ഇത് ചെയ്യാനായിട്ട് മൊബൈൽ ഫോൺ മാത്രം മതി. ഓക്കെ, മൊബൈൽ ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും മാത്രം മതി. നിങ്ങൾക്ക് ഫേസ് കാണിക്കേണ്ട, വേണമെങ്കിൽ വോയിസും കാണിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് വോയിസും നിങ്ങൾക്ക് ഫേസ് കാണിക്കേണ്ട, വോയിസും കാണിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എൻ ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ അല്ല, ജസ്റ്റ് ഒരു മാസം നിങ്ങൾ സമയം കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് എൻ ചെയ്ത് പറ്റിയിരിക്കും. ഇതെന്റെ എക്സാക്ട്, അതായത് 100% വർക്കിംഗ് ആയുള്ള ഞാൻ തന്നെ എനിക്ക് അതിന് 10,000 രൂപ ഞാൻ എങ്ങനെ മേക്ക് ചെയ്തു അതിനുള്ള ഫുൾ റോഡ് മാപ്പാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഫ്രീ ആണ്. ഓക്കെ, വീഡിയോ കുറച്ചിൽ എന്താണ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ എടുക്കരുത്, ജസ്റ്റ് ക്ലാസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പകുതി 2 ലക്ഷം പിന്നീട് കാണണം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ എടുക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കാണുക ചെയ്യുക. കാരണം ഇത് മൊബൈലും കാണാനാണ് ചെയ്തത്. ഓക്കെ, ഇതെല്ലാം മൊബൈലാണ് റെക്കോർഡ് ആക്കിയത്. സോ അതിനുള്ള ബുദ്ധിമുട്ടും കാണാൻ നിങ്ങൾക്ക് വരും. ജസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാത്ത ഭാഗം ഒന്നുകൂടെ സ്കിപ്പ് ചെയ്ത് കാണാം. അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്റെ കോൺടാക്റ്റിൽ ഐ ഡി കാർഡൊക്കെ കിട്ടുന്നതായിരിക്കും, ടെലഗ്രാം ഐ ഡി കാർഡൊക്കെ നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ എന്റെ പ്രൂഫിനത് കാണിക്കുന്നുണ്ട് എല്ലാ സംഭവം. അതായത് ഞാൻ എങ്ങനെയാണ് എന്റെ 10,000 രൂപ ആദ്യം മേക്ക് ചെയ്തത് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട്, അതിന്റെ എക്സാക്ട് ഫോർമുല, അതായത് റോഡ് മാപ്പാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. സോ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വെക്കേഷനൊക്കെ വരാൻ പോകുന്നത്, ജസ്റ്റ് ഒരു മാസം മാറ്റി വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ എല്ലാം കൺസിസ്റ്റൻസിയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിരിക്കും. ജസ്റ്റ് ഇവിടുന്ന് ഫുള്ളായി കണ്ടാൽ മാത്രം മതി, എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. കുറച്ചിൽ എന്താണ് ജസ്റ്റ് ഫുള്ളായി കാണാൻ ഞാൻ പറഞ്ഞത്, ഒന്ന് ക്ലാസ് ആയിട്ട് വീഡിയോ എടുക്കും. ഓക്കെ, പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാം കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും അതിനുള്ള ഫുൾ സംഭവം ആയിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ കുറച്ച് സപ്പോർട്ടുകളെ കിട്ടിയാലും നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആക്കേണ്ട മറക്കണ്ട. ഓക്കെ, നമ്മുടെ ചാനലിലുള്ള സപ്പോർട്ടും കളൊക്കെ ചെയ്യാൻ സബ് ചെയ്യാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ കളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ അഭിപ്രായം കമന്റ് ആക്കാൻ വേണ്ടി ലൈക്ക് കൊടുക്കേണ്ട മറക്കണ്ട. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക ഈ ഒരു ഫോർമുലയും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ആണ്, ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എൻ്റെ ആദ്യത്തെ 10,000 രൂപ ഞാൻ എങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് മേക്ക് ചെയ്യുന്നുള്ള ഫുൾ വീഡിയോ ആണ് പറയാനായിട്ട് പോകുന്നത്. സോ ഇതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് പാട്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഡൗട്ടുകളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, വീഡിയോ കുറച്ചിൽ എന്തായിരിക്കും അതുകൊണ്ട് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ റെക്കോർഡ് ആകുന്നതിന് ഫോണിലും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അതിൻ്റെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുപോലെ തന്നെ ഞാൻ അതിന് 10,000 രൂപ മേക്ക് ചെയ്തും ഫോണിൽ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്. ജസ്റ്റ് വീഡിയോ ഫുള്ളായി കണ്ടാൽ മതി, നിങ്ങൾക്ക് 1 രൂപയുടെ ചിലവ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സാക്ട് ബ്ലൂ പ്രിൻ്റാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഞാൻ തന്നെ മേക്ക് ചെയ്തിട്ടുള്ളതാണ്, അതായത് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഫസ്റ്റ് നിങ്ങൾ 10K rupees നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, സ്ക്രാച്ച് ചെയ്ത് തുടങ്ങി നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് മാത്രമാണ്. ഓക്കെ, അല്ലാതെ വേറെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയില്ല. നമ്മൾ പാർട്ടായിട്ട് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് സപ്പോർട്ടുകളൊക്കെ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആക്കുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മുടെ മണി കണ്ട് മാത്രമേ അപ്ലോഡ് ആക്കുകയുള്ളൂ. സോ അതൊക്കെ ഇഷ്ടമുള്ളവർ ജസ്റ്റ് ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ പ്രൂഫ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ കിടന്നത് വായിട്ടിളക്കുന്നല്ലാതെ നീ ഏൺ ചെയ്തു ചോദിക്കുന്നവരോട് ഞാൻ എൻ്റെ പ്രൂഫുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതെൻ്റെ സ്റ്റോറാണ്. ഓക്കെ, ഇതിൻ്റെ പുതിയ സ്റ്റോറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പേയ്മെൻറ്റ് സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ റീഫ്രഷ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റോറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ലൈഫ് ടൈം ആയിട്ട് ഞാൻ ഇതിന് ഏകദേശം 16K rupees ഏൺ ചെയ്തിട്ടുണ്ട്. ത്രോ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഏൺ ചെയ്തത്. ഇതിനകത്ത് 3/4 ഭാഗവും ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ടാണ് ഏൺ ചെയ്തത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്തൊരു ടിപ്പും നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ഏണിങ്സ് എന്ന് കാണാൻ പറ്റും. റീഫ്രഷ് ഒന്നുകൂടെ അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരെ ഇനി നമുക്ക് ഏണിങ്സിൽ, അതായത് വീഡിയോക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുൾ റോഡ് മാപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എങ്ങനെ ഏൺ ചെയ്തിട്ടുള്ള ഫുൾ റോഡ് മാപ്പും കാര്യങ്ങളൊക്കെയാണ്. 0 to 10K rupees നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഈ വീഡിയോ പറയുന്നത് എങ്ങനെ നമുക്ക് വെബ്സൈറ്റ് മേക്ക് ചെയ്യാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ഈ വീഡിയോക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പാർട്ട് നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലോഡ് ആക്കാൻ തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏൺ ചെയ്ത് ഫസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് ചാനൽസിൻ്റെ പ്രൂഫ് കാണിച്ചു. ഓക്കെ, ഇത് ഇൻ്റർനാഷണൽ പേജസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവർ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ
ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് പേജസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവരുടെ പേജസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പോയി സെർച്ച് ചെയ്ത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ മോട്ടിവേഷൻ പേജസ് ആണ്. ഇവർ കോഴ്സസ് എല്ലാം ആയിക്കൊണ്ട് ഏൺ ചെയ്യുന്നുണ്ട്, അതായത് മെൻറ്റർഷിപ്പ് കൊടുത്തുകൊണ്ട് ഏൺ ചെയ്യുന്നുണ്ട്, കോഴ്സ് എല്ലാം ആയിക്കൊണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ആദ്യം നിങ്ങൾക്ക് എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിരുന്നത്, പിന്നെ നമുക്ക് എക്സാക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം ഫസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഫസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരൊക്കെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് മാസം ഏൺ ചെയ്യുന്നത്, അതും നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ പ്രൊഡക്ട്സ് എല്ലാം ആയിക്കൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രോ ഡിജിറ്റൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മില്യൺസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ നിങ്ങൾക്ക് ഏതരത്തിലുള്ള പേജസ് നമുക്ക് എന്താണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം, അതായത് ഈ ഡിജിറ്റൽ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ വേറെ എവിടെ നിന്നായിക്കോട്ടെ. പിന്നെ സിമ്പിളായിട്ട് സെയിൽസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, നമ്മളൊരു പ്രോബ്ലം സോൾവിങ് ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെയിൽസ് കിട്ടും. ഓക്കെ, അത് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ അത് നിങ്ങൾക്ക് നമ്മൾ സെയിൽസ് ഇപ്പോൾ ഏത് തരത്തിലുള്ള സെയിൽസ് ആയാലും നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് കിട്ടും. പിന്നെ എല്ലാ കാര്യത്തിനും പറയുന്ന പോലെ തന്നെ കൺസിസ്റ്റൻസി വേണം. ഓക്കെ, ജസ്റ്റ് ഒരു മാസം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി, ഈ എക്സാക്റ്റ് ഫോർമുല കൊണ്ട് നിങ്ങൾക്ക് പൈസ ആകാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാനെൻ്റെ ജേണി സ്റ്റാർട്ടാക്കിയത് 2024 നവംബറിലാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറെ കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തോടെ ഇറങ്ങിയത് 2024 നവംബറിലാണ്. ഓക്കെ, സോ എനിക്ക് ഒരു മാസമൊന്നും വേണ്ടി വന്നില്ല പൈസ ആക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പൈസ ഏൺ ചെയ്യാനുള്ള വഴികൾ പറഞ്ഞുതരാം. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ എത്രമാത്രം നമുക്ക് എന്താ അഡ്വാൻറ്റേജ് ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാം ഡിസഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാം നല്ല അഡ്വാൻറ്റേജ് ആണ്, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നതാണ്. സോ ഇത് ഇൻസ്റ്റാഗ്രാമാണ്, ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കുറേ അധികം മെത്തേഡിൽ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പല ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടു കാണും. സോ നമുക്കിവിടെ പറയുന്നത് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, ബോണസ് കിട്ടുന്നത്, അങ്ങനെ പല സംഭവം കിട്ടുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് നല്ല ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ കൊളാബറേഷൻസിലൂടെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെന്താണ് നമുക്ക് പ്രൊമോഷൻസ് കിട്ടുന്നതായിരിക്കും അത്യാവശ്യം. സ്റ്റോറി പ്രൊമോഷൻസ്, റീൽ കൊളാബറേഷൻ പ്രൊമോഷൻസ് അങ്ങനെ കിട്ടുന്നതായിരിക്കും. പല വലിയ ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ പിന്നെ വരുന്നത് പ്രോഡക്ട്സിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻസിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. ക്രിയേറ്റഡ് റോൾസ് ഉണ്ട്, അഫിലിയേറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് വരുന്നത് പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. സോ ഇത്രയും മെത്തേഡ് ഇത് മാത്രമല്ല, വേറെ കുറേ അധികം മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്കറിയാവുന്ന സംഭവം. വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മെത്തേഡിലൊക്കെയാണ് നമുക്ക് എന്താണ് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. ബാക്കി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു പേജ് ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മളെ പേജ് ഒന്ന് വൈറലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രൊമോഷൻസ് വരും, ഓട്ടോമാറ്റിക്കലി സ്റ്റോറി പ്രൊമോഷൻസ് വരും, റീൽ കൊളാബറേഷൻസ് വരും. നമുക്ക് വേണമെങ്കിൽ അതുവഴി അഫിലിയേറ്റ് പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, സോ അത് മാത്രമല്ല കൊളാബറേഷൻസ് വരും, ഗിഫ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഒരു പേജ് ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു പേജ് കൊണ്ടുപോകും അതനുസരിച്ചിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇതാണ് നമ്മൾ എക്സാക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുന്നത് ഇപ്പോഴാണ്. ഓക്കെ, സോ നമ്മൾ ചൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് സെല്ലിങ്ങിൽ 2 തരം പ്രോഡക്റ്റാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടും കേൾക്കുന്നത്, അതിൽ കേൾക്കാത്ത ഫ്രണ്ട്സൊക്കെ കാണും. ഓക്കെ, കേൾക്കുന്നവരും കേൾക്കാത്തവരും കാണും. അപ്പോൾ ഇതാ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റിൽ തന്നെ 2 തരം പ്രോഡക്റ്റാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ പ്രൊഡക്റ്റും ഉണ്ട്, 2 ഡിജിറ്റൽ പ്രൊഡക്റ്റും ഉണ്ട്. സോ ഇത് 2 തരം പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഫിസിക്കൽ പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിളാണ് ഷൂസ് വരുന്നുണ്ട്, വാച്ച് വരുന്നുണ്ട്, TV വരുന്നുണ്ട്, ഫാൻ വരുന്നുണ്ട്, അങ്ങനെ പല സംഭവം വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റും, തൊടാനായിട്ട് പറ്റും. ഇതെല്ലാം നമുക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റിലേക്ക് കൂട്ടാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു സംഭവമൊക്കെ ഫിസിക്കൽ പ്രൊഡക്റ്റാണ് ഓർഡർ ആക്കുന്നത്. ബുക്ക്, അതുപോലെ തന്നെ TV, ഫാൻ, ഷൂസ്, ഇതെല്ലാം ഫിസിക്കൽ പ്രൊഡക്റ്റാണ്. സംഭവം സെല്ലാക്കുന്ന എല്ലാ ഫിസിക്കൽ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കോഴ്സ് വരുന്നുണ്ട്, ബുക്ക് വരുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്, മെൻറ്റർഷിപ്പ് വരുന്നുണ്ട്, ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്, അങ്ങനെ പല സംഭവം വരുന്നുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് കൊടുക്കാൻ പറ്റും, ബുക്ക് സെല്ലാക്കാൻ പറ്റും, സബ്സ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് സെല്ലാക്കാൻ പറ്റും, അങ്ങനെ പല സംഭവം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റിൽ വരുന്നത്. പ്രോഡക്റ്റ് എത്ര ആയതുകൊണ്ട് ഒന്ന് നമുക്ക് വരുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റാണ്, 2 വരുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്. സോ ഫിസിക്കൽ പ്രൊഡക്റ്റ് എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്, ഡിജിറ്റൽ പ്രൊഡക്റ്റ് എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചൂസ് ആക്കിയിട്ടുള്ളത് എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റാണ്. സോ എന്തുകൊണ്ട് നമ്മൾ ഫിസിക്കൽ പ്രോഡക്റ്റ് അവോയ്ഡ് ആക്കി അത് ഞാൻ പറഞ്ഞില്ല. അതിന് കുറേ അധികം ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം.
സോ അടുത്ത നമ്മൾ സെക്ഷനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ പ്രോഡക്റ്റ് അവോയ്ഡ് ആക്കിയുള്ളത്. അതിന് കുറേ അധികം ഡിസഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഫിസിക്കൽ പ്രോഡക്റ്റ് നമ്മൾ ഒഴിവാക്കാനുള്ള മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. നിങ്ങളപ്പോൾ ഫിസിക്കൽ പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഫിസിക്കൽ പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി ചിലർ മാത്രം ഫ്രീ വെച്ചിട്ട് ബാക്കിയില്ലാതെ ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, സോ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സംഭവം ഓർഡർ ചെയ്ത് നിങ്ങളിപ്പോൾ ഫിസിക്കൽ പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് പറയുന്നു എനിക്ക് റീഫണ്ട് വേണം അപ്പോൾ നിങ്ങളുടെ പൈസ പോയിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്കാർക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കാണില്ല, അല്ലെങ്കിൽ ഫിറ്റായി കാണില്ല. ഓക്കെ, അങ്ങനെ റീഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പൈസ പോകുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് മാർജിനാണ്. ഇപ്പോൾ നിങ്ങൾ അഫിലിയേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, ഫിസിക്കൽ പ്രോഡക്റ്റ് അഫിലിയേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10% 20% കമ്മീഷൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ 2000 ഒക്കെ ആണെങ്കിൽ അത് 10% കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അത്രമാത്രം കമ്മീഷൻ കിട്ടുള്ളൂ. പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇപ്പോൾ എൻ്റെ ഉള്ള ഷൂ ആണെങ്കിൽ എനിക്കൊരു 1000 ഓർഡർ വന്നു, പക്ഷേ എൻ്റെ ഒരു 100 ഓർഡർ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഷൂ അവിടെ തീർന്നു. ഓക്കെ, എനിക്ക് വീണ്ടും പിന്നെ ആ ഓർഡർ എടുത്താൽ മാത്രമേ എനിക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ എല്ലാം കൊണ്ട് നമ്മൾ വരുന്നത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. സോ നേരെ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ താഴോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ്. ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത്, ഫിസിക്കൽ പ്രോഡക്റ്റ് അവോയ്ഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡെലിവറി, ഇൻസ്റ്റൻറ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ആൾക്കാർ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നു, നമുക്ക് ഇൻസ്റ്റൻ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. പിന്നെ വേറെ ഏത് ഇ-കോമേഴ്സ് ബിസിനസ് നോക്കിയാലും നമുക്ക് ഏകദേശം 90 to 95 വരെ കമ്മീഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഫുൾ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് മോഡലാണ് നമ്മുടെ ഈ സെയിൽസ്, അതായത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിങ്. ഓക്കെ, പിന്നെ വരുന്നത് നോ റീഫണ്ട് ആണ്. സോ നിങ്ങൾക്ക് റീഫണ്ട് കൊടുക്കാം, പക്ഷേ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ആദ്യമേ പറയുന്നുണ്ടെങ്കിൽ, പ്രൈവസി പോളിസി, റീഫണ്ട് പോളിസി ഒക്കെ നമ്മൾ ആദ്യമേ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് എന്നുള്ള സംഭവം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പിന്നെ അൺലിമിറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ആയ സംഭവം. അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ, നിങ്ങളുടെ ഇപ്പോൾ ഇ ബുക്ക് ഉണ്ടെങ്കിൽ ആ ഇ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ, അതായത് എല്ലാവർക്കും കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഇഷ്ടം പോലെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണാൻ പറ്റും വി ചൂസ് ഓൺലി ഡിജിറ്റൽ പ്രോഡക്റ്റ് ടു മേക്ക് മണി. ഓക്കെ, മോർ മണി. ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് ചൂസ് ചെയ്തത്, ഫിസിക്കൽ പ്രോഡക്റ്റ് അവോയ്ഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചെല്ലാം മനസ്സിലായല്ലോ. സോ മനസ്സിലാവാത്ത ഫ്രണ്ട്സ് ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് ക്ലാസ് കേൾക്കുക. ഓക്കെ, സമയമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ടാക്കിയോ എവിടെയെങ്കിലും ഷെയർ ചെയ്തിട്ടാക്കിയിട്ട് വീണ്ടും ഒന്ന് കേൾക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കുക, ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ എൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 16K rupees ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. ന്യൂ സ്റ്റോറിൽ നിന്ന് ഏൺ ചെയ്താണ് 16K rupees. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോർ ഞാൻ സ്റ്റാർട്ടാക്കിയില്ല ഏകദേശം 25 പകുതി ആകുമ്പോഴത്തേക്കാണ്, 2025 പകുതി ആകുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏണിങ്സ് ഇത് പണ്ടപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഓക്കെ, ഇത് ന്യൂ സ്റ്റോറാണ്. പിന്നെ എൻ്റെ ഓൾഡ് സ്റ്റോറാണ്. നിങ്ങൾക്ക് ടൈം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ നവംബറിലാണ് സംഭവം സ്റ്റാർട്ടാക്കിയത്. എനിക്ക് പക്ഷേ ഒരു മാസം എടുത്തിട്ടില്ല. ഞാൻ വേറൊരു വെബ്സൈറ്റ് മുമ്പ് റണ്ണാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റൊക്കെ അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ സ്വിഗ്ഗി മിനിസ് എന്ന വെബ്സൈറ്റിൻ്റെ പേരായിരുന്നു. ഇത് പഠിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 31 ഡിസംബറാണ് ഏൺ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എമൗണ്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് എമൗണ്ട് കാണാക്കാം. ഓരോ ദിവസവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സെയിൽസ് കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 2.2K ആണ് ഞാൻ ഏകദേശം ഒരു ദിവസത്തെ ഡിജിറ്റൽ പ്രോഡക്റ്റ് കൊണ്ട് ഏൺ ചെയ്തത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഇത്ര അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെയിൽസ് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഏകദേശം 2.2, അതായത് 2292 രൂപയാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഒരു ദിവസം എല്ലാം കൊണ്ട് ഏൺ ചെയ്തത്. ഓക്കെ, അതിൽ പല സംഭവങ്ങളൊക്കെ കാണാം, ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല. ഞാൻ ഇത് പറയുന്നത് എങ്ങനെ നമുക്ക് പൈസ ആകാണ്ട് പറ്റും. സോ ഇപ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഡിജിറ്റൽ പ്രോഡക്റ്റ്. നമുക്ക് ഏത് തരത്തിലുള്ള ടൈപ്പിലുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് മണ്ടയിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതാണ് ബെസ്റ്റ്, അതായത് സെല്ലാക്കാൻ ബെസ്റ്റ് ആയുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റ് ഏതാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് വരുന്നത് കോഴ്സസ്, ഇ ബുക്ക്, ടെംപ്ലേറ്റ്സ്. ഓക്കെ, എൻ്റെ മെയിനായിട്ട് എനിക്ക് ഫേവറേറ്റ് തോന്നിയിട്ടുള്ളത് ഈ കോഴ്സാണ്. പിന്നെ ടെംപ്ലേറ്റ് ഞാൻ സെല്ലാക്കുന്നുണ്ട്. സോ ഇ ബുക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സംഭവത്തിന് വേണ്ടി നോളജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇ ബുക്കായിട്ട് ഇറക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പൈസ ആക്കാൻ പറ്റുന്നുള്ള ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഇ ബുക്കായിട്ട് ഇറക്കാൻ പറ്റും, കോഴ്സ് ഇറക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് സംഭവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കോഴ്സാണ്. ഞാൻ കോഴ്സ് ഇറക്കുന്ന ഒരാളാണ്. പിന്നെ ടെംപ്ലേറ്റ്സ് ഞാൻ സെല്ലാക്കും, ക്യാൻവ ടെംപ്ലേറ്റ്സ് അങ്ങനെ സെല്ലാക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ബണ്ടിൽ സെല്ലാക്കും, അതായത് എഡിറ്റിംഗ് ബണ്ടിൽ സെല്ലാക്കും. ആ ഒരു സംഭവം ലാസ്റ്റ് കാണിച്ചിട്ട്. ഓക്കെ, എൻ്റെ ഏകദേശം 16K rupeesൻ്റെ ഏകദേശം 70% സെയിൽസ് കിട്ടിയത് എനിക്കൊരു ബണ്ടിൽ സെല്ലാക്കിയിട്ടാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെന്താണ്,
പിന്നെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇത് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ചൂസ് ചെയ്ത് നിങ്ങൾ വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിളിൻ്റെ കോഴ്സ് ചൂസ് ചെയ്യോ, ഈ ബുക്ക് ചൂസ് ചെയ്യോ, ടെംപ്ലേറ്റ് ചൂസ് ചെയ്യോ, നിങ്ങൾക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രോഡക്റ്റാണ്. ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെല്ലാകാണ്ട് പറ്റുള്ളൂ. ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പം കോഴ്സോ ഇ ബുക്സോ ടെംപ്ലേറ്റ്സോ ഏത് ചൂസ് ചെയ്യണമെങ്കിലും നമുക്ക് ഇപ്പം ഒരുപാട് ഇപ്പം നമ്മളെ കൈത്തുമ്പത്താണ് നമുക്ക് പൈസ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കോഴ്സിനുള്ള ഐഡിയ ചൂസ് ചെയ്യാൻ പറ്റും, ഇ ബുക്കിനുള്ള ഐഡിയ ചൂസ് ചെയ്യാനായിട്ട് പറ്റും, ടെംപ്ലേറ്റ്സിന് ഐഡിയ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. കാരണം ഒരു കോഴ്സ് കൊടുക്കുമ്പം ആ ഒരു വാല്യൂവിന് മാത്രം കൊടുക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ChatGPT ഗൂഗിൾ നോക്കി അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. എഐക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഓക്കെ, എഐക്ക് ഉറപ്പായിട്ട് മിസ്റ്റേക്ക് വരും. നിങ്ങളെന്താണ് ഉറപ്പായിട്ടും നിങ്ങളുടെയുള്ള റീസർച്ച് നടത്താൻ മാത്രം ഈ ഒരു സംഭവങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പ്രോപ്പറായുള്ള നോളജ് ഗെയിൻ ചെയ്തതിന് ശേഷം നല്ലൊരു കോഴ്സ് പ്രിപ്പയർ ചെയ്യുക. കോഴ്സോ ഇ ബുക്കോ ടെംപ്ലേറ്റോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോറിനൊക്കെ നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് പേപ്പാലൊക്കെ വേണം. സോ ഞാനൊക്കെ പറയുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ പ്രോഡക്റ്റ് മേക്കിങ്ങിന് നമുക്ക് വേണ്ടത് എന്താണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഐഡിയാസ് ചൂസ് ചെയ്യാനായിട്ട് AI യൂസ് ചെയ്യാനായിട്ട് പറ്റും, ജെമിനി അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെ ഞാൻ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വെച്ച് കോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു എഡിറ്റർ ആണെങ്കിൽ ആ ഒരു എഡിറ്റിംഗ് കോഴ്സ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ വെബ് ഡെവലപ്പർ ആണെങ്കിൽ ഒരു വെബ് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും, പിന്നെ പ്രൈസ് കൊടുത്ത് നിങ്ങൾക്ക് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ അപ്പോഴത്തേക്ക് ഇതിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ഐഡിയ ഇല്ല, നിങ്ങൾക്ക് ഒന്നും അറിയണമെങ്കിൽ മാത്രം നിങ്ങൾ എന്താണ് AIയുടെ ഹെൽപ്പ് തേടുക. ഒന്നുകൂടെ പറയുകയാണ്, കോഴ്സിന് പ്രോപ്പറായിട്ട് വാല്യൂ കൊടുക്കുക. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള വാല്യൂ കൊടുത്തതിന് വേണ്ടി സെല്ലാക്കുക. നമ്മൾ ആൾക്കാരെ മണ്ടന്മാരാക്കരുത്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള വാല്യൂ കൊടുത്ത് സെല്ലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ താനെ ക്യാഷുകളൊക്കെ വന്നോളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് എക്സാമ്പിളായിട്ട് വീണ്ടും ഞാൻ പറയുന്നുണ്ട്. നമുക്ക് എന്താണ് സിമ്പിളായിട്ട് തന്നെ എന്താണ് സംഭവം നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു വീഡിയോ ഇട്ടിട്ടാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാനായിട്ട് പറ്റും. സോ ഇനി നിങ്ങൾ കോഴ്സ് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഐഡിയ വെച്ച് നിങ്ങൾ കോഴ്സ് മേക്ക് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ എക്സാമ്പിളായിട്ട് ഒരു എഡിറ്റിംഗ് കോഴ്സൊക്കെ മേക്ക് ചെയ്തു. സോ ഇപ്പോൾ നിങ്ങളെല്ലാം സെറ്റാക്കി, നിങ്ങളുടെ കോഴ്സ് എല്ലാം സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് പൈസയാണ്. ആ ഒരു പൈസയ്ക്ക് വേണ്ടി നമ്മളെന്താണ് കോഴ്സ് പ്രൊമോഷൻ ചെയ്യണം. നിങ്ങൾ ഓർഗാനിക്കൽ ചെയ്തത് ഒരിക്കലും പൈസ കൊടുത്ത് റണ്ണാകരുത്. നിങ്ങളുടെ പൈസ ഉറപ്പായിട്ട് പോകും. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് ജെന്യൂനായിട്ട് ക്യാഷ് കൊടുക്കാതെ ഏൺ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പോൾ കോഴ്സ് മേക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പ്രൊമോഷനാണ്. ഓക്കെ, സോ പ്രൊമോഷന് വേണ്ടി നമുക്ക് പല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. 90% യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. സോ നിങ്ങൾക്ക് പല പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യാം, യൂട്യൂബ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോൾഡ് ഔട്ടൊക്കെ റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് DM ചെന്നൊക്കെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സെയിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു 3-4 പേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതേ പ്രൊമോഷൻ വീഡിയോ നിങ്ങൾക്ക് എന്താണ് ആ 3-4 പേജ് നിങ്ങൾക്ക് എന്താണ് അപ്ലോഡ് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് അടുപ്പിക്കും. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ. നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് ഇറക്കി, അല്ലെങ്കിൽ ഒരു ഇ ബുക്ക് ഇറക്കി, എന്തൊക്കെ ഇറക്കി. ഓക്കെ, ഡിജിറ്റൽ ബോർഡ് ഇറക്കി. അപ്പോൾ ആ ഇറക്കിയ ഡിജിറ്റൽ ബോർഡ് നിങ്ങൾക്ക് പൈസ വേണം. പൈസയ്ക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണ് പ്രൊമോഷനാണ്. ഓക്കെ, ആ ഒരു പ്രൊമോഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മെയിനായിട്ട് സെലക്ട് ചെയ്യാണ്ട് നോക്കുക. ഓക്കെ, കാരണം നമുക്കിപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ നമ്മുടെ ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നിങ്ങൾക്ക് സെയിൽസ് കിട്ടാനും നല്ലതായിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മെറ്റാഡ്സ് റൺ ചെയ്യുന്നവർക്ക് ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മൾട്ടിപ്പിൾ പേജ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു മൾട്ടിപ്പിൾ പേജ് ക്രിയേറ്റ് ആക്കി, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ 3-4 പേജ് ക്രിയേറ്റ് ആക്കിയിട്ട് ഈ നിങ്ങളുടെ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങളുടെ വീഡിയോ പ്രൊമോഷൻ എത്രമാത്രം വൈറലാകുന്നു അത്രമാത്രം സെയിൽസ് കിട്ടും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു 3-4 പേജ് ക്രിയേറ്റ് ആക്കുക, അതിനകത്ത് സെയിം ആയിട്ട് പ്രൊമോഷൻ ചെയ്യുക. അതായത് ഒരു വീഡിയോ തന്നെ 4 എടുത്തിട്ടല്ലോ. ഓക്കെ, നിങ്ങൾ പല രീതിയിൽ വീഡിയോകളൊക്കെ റെക്കോർഡ് ചെയ്യുക, നിങ്ങളുടെ വോയിസ് കൊടുക്കുക, വേണമെങ്കിൽ ഫേസ് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് ആൾക്കാർ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കോഴ്സ് സെല്ലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്ത് കാര്യം ചെയ്താലും കൺസിസ്റ്റൻസിയാണ്. 1 മാസം അല്ലെങ്കിൽ 2 മാസം കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളൊരു 15, 18, ഒരു 20, 24 വയസ്സുള്ളവരൊക്കെ ആണെങ്കിൽ കൊച്ചുകുട്ടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 24 ആ റേഞ്ചൊക്കെ വയസ്സുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏജിൽ പറ്റി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല. നമുക്കിപ്പം ഇനി അങ്ങോട്ട് വെക്കേഷനൊക്കെ വരാൻ പോകുന്നത് ജസ്റ്റ് ഇങ്ങനെ ടൈം കളയാതെ ഈ സംഭവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഡെയിലി ഒരു 2-3 റീലൊക്കെ വെച്ച് അപ്ലോഡ് ആക്കിയാൽ നിങ്ങൾക്ക് എന്താണ് വൈറലാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള റീച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായി. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഒരു പേജ് ക്രിയേറ്റ് ആക്കിയിട്ട് ഒരു റീല് മാത്രം അപ്ലോഡ് ആക്കി വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ 30 ദിവസം ആകുമ്പോൾ 30 റീലായി. ആ 30 റീലാണ് നിങ്ങൾക്ക് വൈറലാനുള്ള ചാൻസ്. ഓക്കെ,
ആ 30 റീൽ നിങ്ങൾക്ക് വൈറലാവാനുള്ള ചാൻസ് കിട്ടും. പക്ഷെ നമ്മളെല്ലാം 30 റീലും വൈറലാവാൻ ചാൻസ് ഇല്ല. അതാണ് മെയിനുള്ള കാര്യം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഡെയിലി 3 റീൽസ് അപ്ലോഡ് ആക്കിയാൽ 30×3 വെച്ചാൽ 90 ദിവസമാണ്. അപ്പം നമുക്ക് എന്താണ് 90 വീഡിയോ ആണ്. ഓക്കെ, ഒരു മാസം നമ്മൾ അപ്ലോഡ് ആക്കാൻ 90 വീഡിയോ ആണ്, 90 പ്രൊമോഷനാണ്. അപ്പോൾ ആ ഒരു 90 ചാൻസ് നമുക്ക് വൈറലാവാനായിട്ട് ഇവിടെ നമുക്ക് ഡിഫറൻസ് വരുന്ന 60 ചാൻസ് ആണ്. ഓക്കെ, അത് നിങ്ങൾ മിസ്സാക്കരുത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം 30 റീൽസ് ഒരു മാസം 30 റീൽ നമ്മൾ അപ്ലോഡ് ആക്കിയാൽ 30 നിങ്ങളുടെ വൈറലാവാനുള്ള ചാൻസ്. ബട്ട് ഇവിടെ നമ്മൾ ഒരു മാസം 90 റീൽ വെച്ച് കിട്ടുന്നുണ്ട്. അതായത് ഒരു ദിവസം 3 റീല്. അപ്പോഴത്തേക്ക് വരുന്നത് 90 നമ്മുടെ വൈറലാവാനുള്ള ചാൻസ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാണ് ഞാൻ യൂസ് ചെയ്ത എക്സാക്റ്റ് ഫോർമുല. ഞാൻ മൾട്ടിപ്പിൾ പേജ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എൻ്റെ ഒരു പേജൊക്കെ ഇൻസ്റ്റാഗ്രാം റിമൂവ് ആയി കളഞ്ഞിട്ടുണ്ട്. അത് ബഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതെനിക്ക് അറിഞ്ഞൂടാ. മണികളുടെ പേജസൊക്കെ പണ്ടൊക്കെ 2024 ആ ഒരു പേജൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ലാസ്റ്റ് ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് സെയിൽസ് കിട്ടാനുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ 30 റീൽ ഇട്ടു, അതിനകത്ത് 20,000 30,000 റീച്ചൊക്കെ റീൽ വെച്ചു, അല്ലെങ്കിൽ ഒരു റീലിനെ കിട്ടി, ഒരു 2-3 സെയിൽസ് കിട്ടുമെന്ന് വെച്ചോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വില നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ജസ്റ്റ് 49 രൂപ ആക്കിയാലും നിങ്ങൾക്ക് സെയിൽസിലുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ജസ്റ്റ് 29 ആക്കിയാൽ അതിനേക്കാളും ചാൻസ് കൂടുതലാണ്. പക്ഷേ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കൂട്ടാനായിട്ട് പറ്റും. നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരിക്കലും വാല്യൂ കുറച്ച് കാണരുത്. ഓക്കെ, നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കുക, സെല്ലാക്കുക. ഇതാണ് ഞാൻ യൂസ് ചെയ്ത എക്സാക്റ്റ് ഫോർമുല ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ക്യാഷ് ചെയ്യാനുള്ള മെത്തേഡ്. സോ ഇത് നിങ്ങൾക്ക് വേണോ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. എന്നെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഈ സംഭവം ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡൊക്കെ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇത്രയും ചെയ്തൊരു മൊബൈലിലാണ്. ചാനലിനുള്ള സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യാണ്ട് മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാണ്ട് മറക്കണ്ട. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്നാണ്. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തു, എങ്ങനെ പൈസ ആക്കാണ്ട് പറ്റുന്നുണ്ട്. സോ അത് ഞാൻ പ്രൂഫൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിത്താളം മാത്രമല്ല, എനിക്ക് സംഭവം അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എനിക്ക് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് മാത്രം നിങ്ങളുടെ ഈ ഒരു ചാനലിൽ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇത്ര മാത്രമേ പറഞ്ഞില്ല. അകടെ ഗൈസ്, നമുക്ക് ഇതിലും മികച്ച മറ്റൊരു വീണ്ടും കാണാം. ഗൈസ്, ഇതാണ് ഞാൻ യൂസ് ചെയ്ത ഫോർമുലയും കാര്യങ്ങളൊക്കെ. സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ സെയിൽസിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. വീഡിയോ എത്രമാത്രം വൈറലാവുന്നു അത്രമാത്രം സെയിൽസിലുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ വൈറലായാലും പറഞ്ഞ് നിർത്തി പോകരുത്. കാരണം നിർത്തി പോകുന്ന അടുത്തൊരു വീഡിയോക്കായിരിക്കും വൈറലാവുന്ന ചാൻസ് കൂടുതൽ. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഒരിക്കലും എന്റെ ആ സംഭവങ്ങൾ തന്നെയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും പുതിയ പുതിയ പ്രോഡക്റ്റ് ഇറങ്ങുകയല്ലാതെ ഇത് എന്റെ ആ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾക്കും ക്യാഷ് ചെയ്തിട്ട് പറ്റുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ഇനി പാർട്ട് 2 വേണോ ജസ്റ്റ് കമന്റ് ആക്കി എഴുതാം. ഓക്കെ, പാർട്ട് 2 നമ്മൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ ഏതൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്, ബെസ്റ്റ് പേജസ് ഏതാണ്, അതൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ആക്കണ്ട. സോ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് അയക്കും മറക്കരുത്. ഓക്കെ, സോറി, നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് അയക്കും. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.